ഹലോ, ജോത്സലാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു അപ്രന്റീസ്ഷിപ്പ് ട്രെയിനിങ് ഡീറ്റെയിൽസ് ആയിട്ടാണ്. ഇത് നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ IT ട്രേഡുകാർക്കാണ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ഹൈദരാബാദിലാണ് ഇപ്പോൾ ഈ നിയമനം നടക്കുന്നത്. അപ്രന്റീസ് ആക്ട് 1961 അനുസരിച്ചായിരിക്കും ഇത് നടത്തുന്നത്. 1 ഇയർ പീരീഡിലേക്കാണ് ഇപ്പോൾ ഈ ട്രെയിനിങ് സംഘടിപ്പിക്കുന്നത്. ഈ വിളിച്ചിരിക്കുന്ന ട്രേഡ് എന്ന് പറയുന്നത് ആദ്യത്തേത് ഇലക്ട്രോണിക് മെക്കാനിക് ആണ്. 55 വേക്കൻസി ആണുള്ളത്. സെക്കൻഡ് ഫിറ്റർ ആണ് 35 വേക്കൻസി. ഇലക്ട്രീഷ്യൻ 25 വേക്കൻസി. മെഷീനിസ്റ്റ് 8 വേക്കൻസി. ടേണർ 6 വേക്കൻസി. വെൽഡർ 3 വേക്കൻസി. റെഫ്രിജറേഷൻ ആൻഡ് AC 2 വേക്കൻസി. COPA 55 വേക്കൻസി. പ്ലംബർ 2 വേക്കൻസി. പെയിന്റർ 5 വേക്കൻസി. ഡീസൽ മെക്കാനിക് 1 വേക്കൻസി. മോട്ടോർ വെഹിക്കിൾ മെക്കാനിക് 1 വേക്കൻസി. ആൻഡ് ഡ്രോട്ട്സ്മാൻ സിവിലും ഡ്രോട്ട്സ്മാൻ മെക്കാനിക്കലും ഓരോ വേക്കൻസി വെച്ച് ഇൻ ടോട്ടൽ 200 വേക്കൻസീസ് ആണുള്ളത്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് NCVT അപ്രൂവ് ചെയ്തിട്ടുള്ള ITയിൽ റെസ്പെക്റ്റീവ് ട്രേഡിൽ പാസ്സാകുന്ന സർട്ടിഫിക്കറ്റ്സ് ആണ്. ഇനി ഇതിൻ്റെ എലിജിബിലിറ്റി നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിരുന്ന NCVT റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ട്രേഡിൽ IT പാസ്സാകേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിന് നിങ്ങൾക്ക് സ്റ്റൈഫൻഡിൽ മന്ത്ലി ലഭിക്കും. അപ്രന്റീസ് ആക്ട് 1961 റൂൾസും റെഗുലേഷൻസും ഒക്കെ അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇനി ഇതിന് റിസർവേഷൻസ് എന്ന് പറയുന്നത് ഈ അപ്രന്റീസ് ആക്ട് പ്രകാരം നിങ്ങൾക്ക് ലഭിക്കേണ്ട അഡ്മിസിബിൾ ആയിട്ടുള്ള റിസർവേഷൻ എല്ലാം ലഭിക്കുന്നതാണ്. ഇതെന്ന് പറഞ്ഞാൽ വാക്കിംഗ് ഇൻ്റർവ്യൂ വഴിയായിരിക്കും ഇതിന് എലിജിബിൾ കാൻഡിഡേറ്റ്സിനെ തിരഞ്ഞെടുക്കുന്നത്. ഇൻ്റർവ്യൂ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇലക്ട്രോണിക് മെക്കാനിക്, ഡീസൽ മെക്കാനിക്കിന് മെയ് 20 രാവിലെ 9 മണിക്കാണ് ഇൻ്റർവ്യൂ. ഫിറ്റർ പ്ലംബർ പെയിൻറ്ററിനും മെയ് 20 1 മണിക്കും ഇൻ്റർവ്യൂ നടത്തും. അതുപോലെ COPA മോട്ടോർ വെഹിക്കിൾ മെക്കാനിക്കിന് മെയ് 21 9 മണിക്കും, ഇലക്ട്രീഷ്യൻ ഡ്രോട്ട്സ്മാൻ മെക്കാനിക്കലിന് മെയ് 21 1 മണിക്കുമാണ് ഇൻ്റർവ്യൂ. അടുത്ത മെഷീനിസ്റ്റ് റെഫ്രിജറേഷൻ ആൻഡ് AC ടേണർക്ക് മെയ് 22 9 മണിക്കും, ഡ്രോട്ട്സ്മാൻ സിവിലിനും വെൽഡറിനും മെയ് 22 1 മണിക്കുമാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇൻ്റർവ്യൂ നടക്കുന്ന അഡ്രസ്സ് എന്ന് പറയുന്നത് ഓഡിറ്റോറിയം ബിഹൈൻഡ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക് ലിമിറ്റഡ്, എവിയോണിക്സ് ഡിവിഷൻ, ബാലനഗർ, ഹൈദരാബാദ് 500042 എന്ന അഡ്രസ്സിൽ വെച്ചിട്ടായിരിക്കും ഇൻ്റർവ്യൂ നടക്കുന്നത്. ഇനി വാക്കിംഗ് ഇൻ്റർവ്യൂ സമയത്ത് നിങ്ങൾ കുറച്ച് ഡോക്യുമെന്റ്സ് കയ്യിൽ കരുതണം. ഒന്ന് നിങ്ങളുടെ ആധാർ കാർഡ്, പിന്നെ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്, പിന്നെ ITS സർട്ടിഫിക്കറ്റ്സ് എല്ലാ സെമസ്റ്ററിലും വേണം. പിന്നെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് SSLC സർട്ടിഫിക്കറ്റ്സിൽ മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും റിസർവേഷൻ ആപ്ലിക്കബിൾ ആയിട്ടുണ്ടെങ്കിൽ ആ റിസർവേഷന് നിങ്ങൾ കരുതേണ്ടതാണ്. ഇതിൻ്റെ എല്ലാം നിങ്ങൾ ഫോട്ടോ കോപ്പി കയ്യിൽ കരുതേണ്ടതാണ്. അതുപോലെ നിങ്ങൾ www.apprenticeshipindia.government.in എന്നുള്ള പോർട്ടലിൽ കയറി നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ കോപ്പിയും 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടി സബ്മിറ്റ് ചെയ്യേണ്ടി വരുന്നതാണ്. ഇതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്ന ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഇൻ്റർവ്യൂ ടൈമിൽ തന്നെ നിങ്ങൾ പോവുക. പിന്നെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ പോർട്ടലിൻ്റെ കോപ്പിയും കയ്യിൽ കരുതേണ്ടതാണ്. പിന്നെ നിങ്ങളുടെ അതിനകത്ത് വരുന്ന നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ SSLC സർട്ടിഫിക്കറ്റ്സിലെ സെയിം നെയിം തന്നെ ആയിരിക്കേണ്ടതാണ്. ഇനി ഇമെയിൽ IDയും കോൺടാക്ട് നമ്പറും നമ്മൾ കൊടുക്കുന്നത് പോർട്ടലിൽ കൊടുക്കുന്നത് വാലിഡ് ആയിട്ടുള്ളതായിരിക്കണം. കാരണം എന്തെങ്കിലും ഡേറ്റാസ് ഒക്കെ ഇൻഫർമേഷൻസ് ഒക്കെ വരുന്നത് അതുവഴിയായിരിക്കും. ഇതിൻ്റെ മെറിറ്റ് ലിസ്റ്റ് ഈ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് മെറിറ്റ് ലിസ്റ്റ് ഇടുന്നതായിരിക്കും. അത് ഹോസ്റ്റ് ചെയ്യുന്നത് HALindia.co.in എന്നുള്ള വെബ്സൈറ്റിലായിരിക്കും. ഈ ആപ്ലിക്കേഷൻ ലഭിച്ച് ഇൻ്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇമെയിൽ ഫോർവേഡ് ചെയ്യുന്നതാണ് ഈ ഷോർട്ട് ലിസ്റ്റ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിന്. അതുകൊണ്ട് തന്നെ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ IDയും മൊബൈൽ നമ്പറും കൊടുക്കേണ്ടതാണ്. അതുപോലെ ഇതിനു മുമ്പ് നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഇതിലെ അപ്രന്റീസ് ട്രെയിനിങ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യണമെന്നില്ല. അതുപോലെ അക്കോമഡേഷൻ ട്രാവലിംഗ് ഒക്കെ നിങ്ങളുടേതായ രീതിയിൽ തന്നെ കയ്യിൽ നിന്ന് എടുക്കേണ്ടതാണ്. ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡീറ്റെയിൽ അറിയണമെങ്കിൽ 04023778283 എന്ന നമ്പറിലോ അല്ലെങ്കിൽ trg.hyd@halindia.co.in എന്നുള്ള മെയിൽ IDയിലോട്ടോ മെയിൽ ചെയ്താൽ മതി. ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും. താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഈ നോട്ടിഫിക്കേഷൻ ലിങ്ക് അറ്റാച്ച് ചെയ്തിരിക്കാം. ചെക്ക് ചെയ്തിട്ട് ഇൻ്റർവ്യൂ ഡേറ്റും എല്ലാം ചെക്ക് ചെയ്തിട്ട് അറ്റൻഡ് ചെയ്യുക. So all the very best. Thank you. Bye-bye.